എല്ലാവർക്കും +2 ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യമായി ചർച്ച ചെയ്യുന്നത് ധർമ്മസൂത്രാസിലും ധർമ്മശാസ്ത്രാസിലും പറയപ്പെടുന്ന മാരേജുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ദെൻ വുമൺ കുഡ് നോട്ട് ഗെറ്റ് എനി ഷെയർ ഇൻ ഹെർ പാരന്റൽ പ്രോപ്പർട്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു പല തരത്തിലുള്ള മാരേജ് സിസ്റ്റംസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് അല്ലെ. ധർമ്മശാസ്ത്രാസും ധർമ്മസൂത്രാസും പറയപ്പെടുന്ന 8 തരത്തിലുള്ള അല്ലെങ്കിൽ 8 രീതിയിലുള്ള വിവാഹ സമ്പ്രദായങ്ങളെക്കുറിച്ച് ധർമ്മശാസ്ത്രാസും ധർമ്മസൂത്രാസും പറയുന്നുണ്ട്. അതിലെ ആദ്യത്തെ 4 വിവാഹ സമ്പ്രദായങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം വരുന്ന 4 കാര്യങ്ങളെ അവർ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വുമൺ കുഡ് നോട്ട് ഗെറ്റ് എനി ഷെയർ ഇൻ ഹെർ പാരന്റൽ പ്രോപ്പർട്ടി. വിവാഹശേഷം സ്ത്രീക്ക് എന്ത് ചെയ്യാറില്ല, ഈ പറയുന്ന പിതാവിൻ്റെ പ്രോപ്പർട്ടിയിൽ യാതൊരു തരത്തിലുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. വുമൺ കുഡ് നോട്ട് ഗെറ്റ് എനി ഷെയർ ഇൻ ഹിസ് പാരന്റൽ പ്രോപ്പർട്ടി. വിവാഹശേഷം എന്ത് ചെയ്യുന്നില്ല, സ്ത്രീക്ക് പിതാവിൻ്റെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടിയിലും എന്തുണ്ടായിരുന്നില്ല, അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. എക്സോഗമി, അതായത് മാരിയിങ് ഔട്ട്സൈഡ് വാസ് കൺസിഡേർഡ് ഡിസൈറബിൾ. അതിനോടൊപ്പം തന്നെ എക്സോഗമി എന്ന് പറയുന്നൊരു പ്രാക്ടീസ്, മാരിയിങ് ഔട്ട്സൈഡ് ഗോത്ര, ആ ഒരു ഗോത്രത്തിൽ നിന്നും പുറത്തു പോയി വിവാഹം കഴിക്കുന്ന എക്സോഗമി എന്ന് പറയുന്ന ഒരു വിവാഹ സമ്പ്രദായം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് കൺസിഡേർഡ് ഡിസൈറബിൾ. അതിനെയാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റം അതായിരുന്നു എന്ന് പറയാം. ദെൻ കന്യാദാന ഓർ ദ ഗിഫ്റ്റ് ഓഫ് എ ഡാറ്റർ ഇൻ മാരേജ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് ഡ്യൂട്ടി ഓഫ് ഫാദർ. ഒരു പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയായിട്ട് കണക്കാക്കിയത് കന്യാദാന അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് എ ഡാറ്റർ ഇൻ മാരേജ്. ഒരു പെൺകുട്ടി ഉണ്ടാക്കി ആ പെൺകുട്ടി വിവാഹം കഴിച്ച് നൽകുകയും ചെയ്യുന്ന ആ ഒരു ചടങ്ങിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, കന്യാദാന എന്ന പേരിൽ വിളിക്കുന്നത്. അതാണ് ഒരു അച്ഛനെ സംബന്ധിച്ചുള്ള ഒരു പിതാവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിലീജിയസ് ഡ്യൂട്ടി, അതായത് മതപരമായ ചടങ്ങായിട്ടാണ് ഇതിനെ കണക്കാക്കിയത്, വിവാഹത്തെ കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ കന്യാദാന എന്ന് പറഞ്ഞൊരു പ്രാക്ടീസിനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റിലീജിയസ് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കിയിരുന്നു എന്ന് പറയാം. നമ്മൾ പറയുന്നത് ധർമ്മസൂത്രാസിനെയും ധർമ്മശാസ്ത്രാസിനെയും കുറിച്ചാണ്. ദീസ് ആർ കോഡ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ മീൻഡ് ടു ബി ഫോളോഡ് ബൈ ബ്രാഹ്മണാസ് ഇൻ പെർട്ടിക്കുലർ ആൻഡ് സൊസൈറ്റി ഇൻ ജനറൽ. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ധർമ്മശാസ്ത്രാസിനെയും ധർമ്മസൂത്രാസിനെയും കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. ദീസ് ആർ കോഡ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ. ഇത് കുറച്ച് കോഡ്സാണ് അല്ലെങ്കിൽ നിയമങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ഫോർ സോഷ്യൽ ബിഹേവിയർ, സാമൂഹികമായിട്ട് ഉള്ള ഒരു ബിഹേവിയർ, പെരുമാറ്റച്ചട്ടങ്ങൾ, സാമൂഹ്യ പെരുമാറ്റച്ചട്ടങ്ങളെന്ന് പറയാം. അതായത് സൊസൈറ്റിയിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ധർമ്മസൂത്രാസ് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻഡ് ടു ബി ഫോളോഡ് ബൈ ബ്രാഹ്മിൻസ് ഇൻ പെർട്ടിക്കുലർ ആൻഡ് സൊസൈറ്റി ഇൻ ജനറൽ. അത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ബ്രാഹ്മിൻസിന്, പെർട്ടിക്കുലർലി ബ്രാഹ്മിൻസിന്, പ്രത്യേകതരമായിട്ട് ബ്രാഹ്മിൻസിന് സൊസൈറ്റിയിൽ എന്തൊക്കെ രീതിയിൽ പെരുമാറണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു നിയമസംഹിതയാണ് എന്ന് പറയാം ഈ പറയുന്ന ധർമ്മസൂത്രാസും ധർമ്മശാസ്ത്രാസ് എന്ന് പറയാം. ഇപ്പോൾ ബ്രാഹ്മിൻസിന് ഇത് പെർട്ടിക്കുലർ ആയിരുന്നെങ്കിൽ സൊസൈറ്റി ഇൻ ജനറൽ, അത് സൊസൈറ്റിയിലെ ആകമാനം അല്ലെങ്കിൽ സൊസൈറ്റിയിലെ എല്ലാ ഗ്രൂപ്പുകളെയും അത് ബാധിച്ചിരുന്നു എന്ന് പറയാം. ബ്രാഹ്മണന്മാർക്ക് പ്രത്യേകമായിട്ടും സൊസൈറ്റിയിൽ മൊത്തവുമായിട്ടുള്ള ഒരു സോഷ്യൽ ബിഹേവിയർ സിസ്റ്റത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ധർമ്മസൂത്രാസ് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാസ് എന്ന പേരിൽ വിളിക്കുന്നത്. നമുക്കറിയാം ഒരു പെരുമാറ്റച്ചട്ടമുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, ഒരാളുടെ എങ്ങനെ പെരുമാറണം, തുടങ്ങി ഒരുപാട് സിസ്റ്റംസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുവേണ്ട കോഡ്സ് അല്ലെങ്കിൽ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട നിയമങ്ങളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ധർമ്മസൂത്രാസ് എന്ന പേരിൽ വിളിക്കുന്നത്. ദേ ആർ റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്. അവ ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത്, സംസ്കൃത ഭാഷയിലാണ്. ബിക്കോസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിരുന്നത് ബ്രാഹ്മൺ സെൻറ്റേഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർക്ക് ആധിപത്യം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലും ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ കീഴിലുമായതുകൊണ്ട് തന്നെ ദേ വേർ റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്. അത് ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത്, സംസ്കൃത ഭാഷയിലാണത് എഴുതിയിരുന്നത്. പിന്നെ എമർജൻസ് ഓഫ് ടൗൺ, ഇത് നമ്മൾ നോക്കുന്നത് ടൗണിൻ്റെ എമർജൻസോട് കൂടി അല്ലെങ്കിൽ നഗരങ്ങളുടെ ഉദയത്തോടു കൂടി പീപ്പിൾ ഫ്രം നിയർ ആൻഡ് ഫാർ മെറ്റ് ടു ബൈ ആൻഡ് സെൽ ദെയർ പ്രോഡക്ട്സ് ആൻഡ് ഷെയർഡ് ദെയർ ഐഡിയാസ് ഇൻ ദ അർബൻ മീഡിയ. ടൗണുകൾ എമർജ് ചെയ്തപ്പോഴേക്കും നഗരങ്ങളിലുള്ള ആൾക്കാരും അതിനോട് അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാരും, അതായത് ദൂരെയുള്ള ആൾക്കാരും അടുത്തുള്ള ആൾക്കാരും എന്ത് ചെയ്യപ്പെട്ടു, അവർ ഒരുമിച്ച് കൂടി എന്തിനു വേണ്ടിയിട്ടുണ്ട്, ബൈ ആൻഡ് സെൽ ദെയർ പ്രോഡക്ട്സ്, അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുമായിട്ട് എന്ത് ചെയ്യപ്പെട്ടു, മാർക്കറ്റുകൾ അല്ലെങ്കിൽ ടൗണുകളായിരുന്നു പ്രധാനപ്പെട്ട മാർക്കറ്റ് സെൻറ്ററുകൾ. ആ മാർക്കറ്റ് സെൻറ്ററുകൾ അല്ലെങ്കിൽ ടൗണുകളിൽ ഒത്തുകൂടുകയും ദേ ഷെയർഡ് ദെയർ ഐഡിയാസ് ഇൻ ദ അർബൻ മീഡിയ. അവരുടെ ഐഡിയാസ് ഈ പറഞ്ഞ നഗര ജീവിതത്തിനിടയിൽ എന്ത് ചെയ്യും ചെയ്തു, പങ്കുവയ്ക്കുകയും ചെയ്തു എന്ന് പറയാം.
അപ്പോൾ വിത്ത് എമർജൻസ് ഓഫ് ടൗൺസിൻ്റെ ഉദയത്തോടു കൂടി എന്ത് ചെയ്യപ്പെട്ടു, പീപ്പിൾ ഫ്രം നിയർ ആൻഡ് ഫാർ, അടുത്തുള്ളതും ദൂരെയുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ഒരുമിച്ച് കൂടുകയും ഈ ടൗണിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുകയും അവരുടെ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു എന്ന് പറയാം. ദിസ് മൈറ്റ് ഹാവ് ലെഡ് ടു ദ ക്വസ്റ്റനിങ് ഓഫ് ഏർലിയർ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. ക്രമേണ കച്ചവടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാറുകയും അവരെ മതവിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു, സൊസൈറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ക്രമേണ ഈ പറയുന്ന ചർച്ചകളുടെ ആ ഒരു വേദിയായിട്ട് ഇത് മാറ്റപ്പെട്ടു, മാർക്കറ്റും കാര്യങ്ങളും മാറ്റപ്പെടുകയും ദിസ് മൈറ്റ് ഹാവ് ലെഡ് ടു ദ ക്വസ്റ്റനിങ് ഓഫ് ഏർലിയർ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. ഇത് കാലക്രമേണ സൊസൈറ്റിയിലുണ്ടായിരുന്ന ആദ്യകാലത്തുള്ള ബിലീഫ്സിനെ, വിശ്വാസങ്ങളെയും പ്രാക്ടീസുകളെയും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആചാര വിശ്വാസങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. അല്ലെങ്കിൽ അതിൻ്റെ സത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സാധുതയെക്കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻ ആർക്കിടയിൽ ഉണ്ടായി, ജനങ്ങൾക്കിടയിൽ ഉണ്ടായി. ഇറ്റ് വാസ് ടു മീറ്റ് ദിസ് ചലഞ്ച്. ഈ ഒരു ചലഞ്ചിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള, ഈ ഒരു ബുദ്ധിമുട്ടിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധർമ്മസൂത്രാസും ധർമ്മശാസ്ത്രാസും കമ്പയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ബിലീഫ്സിനെയും പ്രാക്ടീസിനെയും കുറിച്ച് ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു തർക്കം വരികയും അവ അവർ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയപ്പോഴേക്കും ആ ഒരു ചലഞ്ചിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പയർ എന്ന് വെച്ചാൽ കൂട്ടിയോജിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ് അതിനെ എഴുതിയുണ്ടാക്കിയിരുന്ന ഒരു സിസ്റ്റത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പയർ ചെയ്തൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ധർമ്മസൂത്രാസ് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാസ് എന്ന പേരിൽ വിളിക്കുന്നത്. ധർമ്മസൂത്രാസും ധർമ്മശാസ്ത്രാസും രണ്ടാണ്. രണ്ട് കാര്യങ്ങളും ഈ ടൈമിൽ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കമ്പയർ ചെയ്തിരുന്നത് പറയാം. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഗോത്ര. ഒരു ഗോത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണ്, അതിന് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ഗോത്ര എന്താണെന്ന് വെച്ചാൽ ഗോത്ര റെഫേഴ്സ് ടു ദ നൈം ഗിവൻ ടു എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഗോത്ര. ഗോത്രയ്ക്കകത്ത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരിക്കും. ദെൻ ഓൺ ദ നൈം ഓഫ് എ വേദിക് സീഡ് ആസ് ദെയർ ഫോർ ഫാദർ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിന് നമ്മൾ പേര് കൊടുക്കുന്നത് പ്രധാനമായിട്ടും അതിനൊരു വേദിക് സീർ എന്ന് വെച്ചാൽ ഒരു വേദ ആചാര്യൻ്റെ പേരിലായിരിക്കും ആ ഗോത്രം അറിയപ്പെടുന്നത്. ആസ് ദെയർ ഫോർ ഫാദർ, അതായത് ആ ഒരു ഇപ്പോൾ നമ്മളൊരു ഗോത്രം ഉണ്ടാക്കിയെന്ന് വയ്ക്കുക. ഇപ്പോൾ ഗോത്രത്തിൻ്റെ ഒരു ഹെഡായിട്ട് നമ്മൾ വസിഷ്ഠ, വിശ്വാമിത്ര തുടങ്ങിയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. വസിഷ്ഠനും വിശ്വാമിത്രനൊക്കെ അന്നത്തെ വേദിക് സീർസാണ്. വേദിക് സീർ എന്ന് വെച്ചാൽ വേദകാലത്തിലെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരാണ് വസിഷ്ഠനും വിശ്വാമിത്രനും ഒക്കെ. അപ്പോൾ ഈ പറയുന്ന വസിഷ്ഠൻ്റെ വിശ്വാമിത്രൻ്റെ പേരിൽ ഗോത്ര രൂപപ്പെടുത്തുകയും ആ വേദിക് സീറിനെ എന്തായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു, ആ ഗ്രൂപ്പിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഫോർ ഫാദറായിട്ട്, അതായത് പൂർവികനായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യും. സോ ആസ് ടു എസ്റ്റാബ്ലിഷ് കിൻഷിപ്പ് ബിറ്റ്വീൻ ദം. ആ പറയുന്ന ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി ആ ഗോത്രത്തിലെ ആൾക്കാർക്കിടയിൽ ഒരു രക്തബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗോത്ര റെഫേഴ്സ് ടു നൈം ഗിവൻ ടു എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു പ്രത്യേകതരം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന പേരാണ് ഗോത്ര. ഒരു ഗോത്രയല്ല, ധാരാളം ഗോത്രാസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഗോത്രയും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വേദിക് സീറിൻ്റെ അല്ലെങ്കിൽ വേദകാല ആചാര്യൻ്റെ പേരിലാണ് ഏതറിയപ്പെടുന്നത്, ആ ഗോത്രം അറിയപ്പെടുന്നത്. അത് കൊണ്ടുവരുമ്പോഴേക്കും ആ ഒരു വേദിക് സീറിനെ അവരുടെ പിതാമഹനായിട്ട് കണക്കാക്കുകയും ആ പിതാമഹൻ്റെ പേരിൽ ഏതറിയപ്പെടുകയും ചെയ്യും, ഗോത്രങ്ങൾ അറിയപ്പെടുകയും ചെയ്യും. അതോടുകൂടി ടു എസ്റ്റാബ്ലിഷ് കിൻഷിപ്പ് ബിറ്റ്വീൻ ദം, അതിൽ എന്ത് ചെയ്യപ്പെടുകയും ചെയ്യും, ഈ പറയുന്ന ഒരു കിൻഷിപ്പ് അവർക്കിടയിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. ദ സിസ്റ്റം ഓഫ് ഗോത്ര ഹാഡ് സിഗ്നിഫിക്കൻസ് ടു ദ വുമൺ. ആ ഗോത്ര സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ദേ ഹാഡ് സിഗ്നിഫിക്കൻസ് ടു ദ വുമൺ. സ്ത്രീകൾക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു. വുമൺ ആർ എക്സ്പെക്റ്റഡ് ടു ടേക്ക് അപ്പ് ദ ഗോത്ര ഓഫ് ഹെർ ഹസ്ബൻഡ് അപ്പോൺ മാരേജ് ആൻഡ് ഗേവ് അപ്പ് ദെയർ ഫാദേഴ്സ് ഗോത്ര. അത് പ്രധാനപ്പെട്ട ഒരു നിയമാവലിയായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വുമൺ വെയർ എക്സ്പെക്റ്റഡ് ടു ടേക്ക് അപ്പ് ദ ഗോത്ര ഓഫ് ഹെർ ഹസ്ബൻഡ്. വിവാഹശേഷം സ്ത്രീകൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, ഭർത്താവിൻ്റെ ഗോത്രം അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഗോത്രത്തിലേക്ക് മാറണം. ആൻഡ് ഗേവ് അപ്പ് ദ ഫാദേഴ്സ് ഗോത്ര. ഏത് ഗോത്രത്തിൽ നിന്ന് മാറുകയും ചെയ്യണം, ഫാദറിൻ്റെ ഗോത്രത്തിൽ നിന്ന് മാറുകയും ചെയ്യണം. ഇപ്പോൾ വിവാഹം വരെ മാത്രമേ ഒരു സ്ത്രീക്ക് ആരുടെ ഗോത്രത്തിൽ നിൽക്കാനുള്ള അനുവാദമുള്ളൂ, അച്ഛൻ്റെ ഗോത്രവുമായിട്ട് കണക്ഷനുള്ളൂ. അത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഭർത്താവിൻ്റെ ഗോത്രം ഏതാണോ ആ ഗോത്രത്തിലേക്ക് മാറുകയും ചെയ്യണം. മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഗോത്ര കുഡ് നോട്ട് മാരി. ഇനി ഒരു ഗോത്രത്തിൽപ്പെടുന്ന ആൾക്കാരെ പരസ്പരം വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല എന്നൊരു നിയമാവലി ഉണ്ടായിരുന്നു. ദെൻ വെൻ വി എക്സാമിൻ ദ നൈംസ് ഓഫ് ദ വിമൻ മാരിഡ് ടു ദ ശതവാഹന റൂളേഴ്സ്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഒരു സിസ്റ്റം പ്രധാനമായിട്ടും ഇന്ത്യയിലുണ്ടായിരുന്ന സമയങ്ങളിൽ ശതവാഹന റൂളേഴ്സിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശതവാഹന റൂളേഴ്സിനിടയിൽ വി വിൽ ഫൈൻഡ് ദാറ്റ് മെനി ഓഫ് ദം ഹാഡ് നൈംസ് ഡിറൈവ്ഡ് ഫ്രം ഹർ ഫാദേഴ്സ് ഗോത്ര സച്ച് ആസ് ഗൗതമ ആൻഡ് വസിഷ്ഠ. അപ്പോൾ നമ്മൾ ശതവാഹന റൂളേഴ്സിൻ്റെ ഒരു ഗോത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വി വിൽ ഫൈൻഡ് ദാറ്റ് മെനി ഓഫ് ദം ഹാഡ് നൈംസ് ഡിറൈവ് ഫ്രം ദെയർ ഫാദേഴ്സ് ഗോത്ര.
അവരുടെ അച്ഛൻ്റെ ഗോത്രവുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലായിരിക്കും ശതവാഹന റൂളേഴ്സിൻ്റെ എല്ലാ പേരുകളും വന്നിരിക്കുന്നത്. സച്ചാസ് ഗൗതമ, വസിഷ്ഠ എക്സെട്ര. അപ്പോൾ ശതവാഹന റൂളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന 2 ഗോത്ര നയൻസാണ് ഗൗതമയും വസിഷ്ഠയും. അപ്പോൾ ഈ പറയുന്ന ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ഗോത്ര എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗൗതമ, വസിഷ്ഠ എന്നീ ആൾക്കാരുടെ അല്ലെങ്കിൽ അവരുടെ പേരിലാണ് ശതവാഹന റൂളേഴ്സ് അറിയപ്പെടുന്നത്. They retained these names instead of adopting names derived from their husband's gotra as instructed by the Brahmanical rules. നമ്മൾ പറഞ്ഞു സ്ത്രീകൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നു, വിവാഹശേഷം ഭർത്താവിൻ്റെ ഗോത്രം സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ശതവാഹന റൂളേഴ്സുമായിട്ട് വിവാഹം കഴിച്ചിരിക്കുന്ന സ്ത്രീകളുടെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോഴേക്കും അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഫാദേഴ്സിൻ്റെ ഗോത്രയിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഫാദേഴ്സിൻ്റെ ഗോത്ര മീൻസ് ഗൗതമ, വസിഷ്ഠ തുടങ്ങിയ അച്ഛൻ്റെ പേരിലുള്ള ഗോത്രങ്ങൾ തന്നെയാണ് ശതവാഹന റൂളേഴ്സിൻ്റെ വിവാഹം കഴിച്ച പെൺകുട്ടികൾ അറിയപ്പെടുന്നത്. അപ്പോൾ ദേ റീറ്റെയിൻ ദീസ് നെയിംസ് ഇൻസ്റ്റെഡ് ഓഫ് അഡോപ്റ്റിംഗ് നെയിം ഡെറിവേഡ് ഫ്രം ദ ഹസ്ബൻഡ് ഗോത്ര. അപ്പോൾ ശതവാഹന ഫാമിലിയിലേക്ക് വിവാഹം കഴിച്ച് പോകുന്ന ആൾക്കാർ എന്ത് ചെയ്തിരുന്നു എന്ന് പറയാം, അവർ ഭർത്താവിൻ്റെ ഗോത്രത്തെ സ്വീകരിക്കുന്നതിന് പകരം അച്ഛൻ്റെ ഗോത്രം തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ശതവാഹന റൂളേഴ്സും ശതവാഹന റൂളേഴ്സിലേക്ക് വിവാഹം കഴിച്ചു പോകുന്ന സ്ത്രീകളും അവർ അവരുടെ അച്ഛൻ്റെ ഗോത്രത്തെ സ്വീകരിക്കുകയും ഭർത്താവിൻ്റെ ഗോത്രം സ്വീകരിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്തിരുന്നില്ല എന്ന് പറയാം. അപ്പോൾ അതാണ് അവർ തമ്മിലൊരു വ്യത്യാസം. നമ്മൾ പൊതുവേ പറയുന്നത് സ്ത്രീകൾ എന്ത് ചെയ്യുക, വിവാഹശേഷം ഭർത്താവിൻ്റെ ഗോത്രം സ്വീകരിക്കണമെന്നാണ്. പക്ഷേ ആരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ശതവാഹന റൂളേഴ്സുമായിട്ട് ബന്ധപ്പെടുമ്പോഴേക്കും നമുക്ക് അങ്ങനെ കാണുന്നില്ല. കാരണം ശതവാഹന റൂളേഴ്സിലേക്ക് വിവാഹം കഴിച്ചു പോകുന്ന സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അച്ഛൻ്റെ ഗോത്രമായിരുന്ന ഗൗതമ, വസിഷ്ഠ തുടങ്ങിയ ഗോത്രങ്ങളിലാണ് സ്വീകരിച്ചത്. അവർ പകരം എന്ത് ചെയ്യുന്നില്ല, ഹസ്ബൻഡ് ഗോത്രയെ പറയുന്നില്ല. Some of the women married to ശതവാഹന റൂളേഴ്സ് belong to the same ഗോത്ര. അപ്പോൾ ശതവാഹന ഹിസ്റ്ററി നോക്കുമ്പോഴേക്കും മൊത്തത്തിലൊരു ചേഞ്ച് കാണാൻ പറ്റും. Some of the women married to ശതവാഹന റൂളേഴ്സ് belong to the same ഗോത്ര. ശതവാഹന റൂളേഴ്സിന് വിവാഹം കഴിക്കുന്ന ചില ഗോത്രങ്ങളിലെ ആൾക്കാർ സെയിം ഗോത്രയിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. ശതവാഹന റൂളേഴ്സ് എന്ത് ചെയ്തിരുന്നു എന്ന് പറയാം, സെയിം ഗോത്രയിലുള്ള വിവാഹത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് പറയാം. As it obvious, this ran counter to the ideal of exogamy recommended in the Brahmanical text. ഇത് പക്ഷേ ശരിക്കും ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റിൽ പറയുന്ന ഒരു എക്സോഗമി അല്ലെങ്കിൽ അന്യഗോത്രത്തിൽപ്പെടുന്ന ആൾക്കാരെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ നമ്മൾ ധർമ്മസൂത്ര, ധർമ്മശാസ്ത്രത്തിനൊക്കെ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ശതവാഹന റൂളേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നെന്ന് പറയാം. എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ചേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ശതവാഹന റൂളേഴ്സിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റിനെ അതേപോലെ തന്നെ അവർ കോപ്പി ചെയ്യുന്നില്ല. ഇൻഫാക്ട് ഇറ്റ് exemplified an alternative practice, that is endogamy or marriage within the kingdom, which was prevalent among several communities in South India. നമുക്ക് ഈ പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ദാറ്റ് പ്രാക്ടീസ് ഓഫ് എൻഡോഗമി ഓർ മാരേജ് വിത്തിൻ ദ കിങ്ഡം, ഒരേ ഗോത്രത്തിൽ തന്നെയുള്ള വിവാഹ സമ്പ്രദായങ്ങൾ വിച്ച് വാസ് പ്രിവലന്റ് എമംഗ് ദ സെവറൽ കമ്മ്യൂണിറ്റീസ് ഇൻ സൗത്ത് ഇന്ത്യ. നമുക്ക് ആ കാര്യങ്ങൾ എവിടെയും കാണാൻ പറ്റും. സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലും കേരള, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ, തമിഴകത്തിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. സച്ച് മാരേജസ് എമംഗ് കിങ് ഫ്ലോക്ക് എൻഷുർഡ് എ ക്ലോസ് കിൻ കമ്മ്യൂണിറ്റി. ഈ പറയുന്നൊരു മാരേജ് സിസ്റ്റം വന്നപ്പോഴേക്കും ഇതെന്ത് വിട്ടു, ഈ സെയിം ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന സമ്പ്രദായം വന്നപ്പോഴേക്കും സച്ച് മാരേജസ് അമംഗ്സ് ദ കിങ് ഫ്ലോക്ക് എൻഷുർഡ് എ ക്ലോസ് നിറ്റ് കമ്മ്യൂണിറ്റി, അത് കൂടുതൽ ഉറപ്പുള്ളൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്തു എന്ന് പറയാം. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് റിഗാർഡിംഗ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഗോത്ര അമംഗ് ശതവാഹനാസ്. ശതവാഹനാസിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ്, ശാസനങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിഗാർഡിംഗ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഗോത്ര. ഇൻഹെറിറ്റൻസിൽ പിന്തുടർച്ചാവകാശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശതവാഹന റൂളേഴ്സിനകത്ത് എങ്ങനെയായിരുന്നു അവർ ഫോളോ ചെയ്തതെന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ആ ഇൻസ്ക്രിപ്ഷനെ ബേസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ തെളിവുകൾ കിട്ടിയെന്ന് നോക്കാം. ശതവാഹന റൂളേഴ്സ് വെർ ഐഡൻറ്റിഫൈഡ് ത്രൂ മെട്രോണിമിക്സ് വിച്ച് സജസ്റ്റ് ദാറ്റ് മദേഴ്സ് വെർ ഗിവൺ ഇമ്പോർട്ടൻസ്. ശതവാഹന റൂളേഴ്സിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേ വെർ ഐഡൻറ്റിഫൈഡ് ത്രൂ ദ മദർ ലൈൻ അല്ലെങ്കിൽ അമ്മയുടെ ഒരു പേരുകളിലാണ്, അല്ലെങ്കിൽ അമ്മയുടെ ഒരു പിന്തുടർച്ചാവകാശം പറയുന്ന പേരുകളിലാണ് ശതവാഹന റൂളേഴ്സ് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അച്ഛന് വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ അച്ഛനെ പിന്തുടർന്നാണ് വരുന്നതെങ്കിലും പേരുകളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അമ്മയ്ക്കാണ് കൂടുതലായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. മെട്രോണിമിക്സ് എന്ന് വെച്ചാൽ അമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ ഈ മെട്രോണിമിക്സ് എന്ന പേരിൽ വിളിക്കുന്നത്. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത റൂളേഴ്സ് ആയിരുന്നു ശതവാഹന റൂളേഴ്സ് എന്ന് പറയാം. ബട്ട് ദിയർ സക്സഷൻ ടു ദ ത്രോൺ വാസ് ജനറലി പാർട്ട്ലി ഇൻ. പക്ഷേ അവരുടെ ഒരു
എന്താ പറയുക, നമ്മൾ ഒരു സക്സഷൻ നോക്കിക്കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശം നോക്കിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതൊരു ഫാദർ ലൈനിൽ, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത പിന്തുടർച്ചാവകാശമാകാനാണ് ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പാർട്ട് ലീനിയർ സിസ്റ്റത്തെ തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും റൂളേഴ്സിനെ പൊതുവെ അറിയപ്പെടുന്ന, ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അമ്മമാരുടെ പേരുകളിലാണെന്ന് പറയാം. സെവർ ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് ശതവാഹന റൂളേഴ്സ് മെൻഷൻ ദ നെയിം ഓഫ് ദെയർ മദേഴ്സ് റാദർ ദാൻ ദെയർ ഫാദേഴ്സ്. ഇൻസ്ക്രിപ്ഷൻസ് പരിശോധിച്ച് നോക്കിയാൽ ശതവാഹന റൂളേഴ്സിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശാസ്ത്രങ്ങൾ, ശിലാശാസ്ത്രങ്ങളോ അങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നത് അച്ഛൻ്റെ പേരുകളേക്കാൾ അമ്മമാരുടെ പേരുകളാണ് കൂടുതലായിട്ട് ശാസ്ത്രങ്ങളിൽ അറിയപ്പെടുന്നത്. റൂളേഴ്സിനെ അറിയപ്പെടുന്നതും അങ്ങനെയൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഗൗതമി പുത്ര ശതകർണി. ശതവാഹന റൂളേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട റൂളറാണ് ശതകർണി. ശതകർണിയുടെ ഫുൾ നെയിം നമ്മൾ നോക്കുമ്പോഴേക്കും ഗൗതമി പുത്ര ശതകർണി എന്നാണ്. അതായത് സൺ ഓഫ് ഗൗതമി, ഗൗതമിയുടെ പുത്രനായിരുന്ന ഗൗതമി പുത്ര ശതകർണി എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന ഇൻസ്ക്രിപ്ഷനകത്ത് പറയുന്നുണ്ട്.